വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പോട്ട്പോറിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ പോട്ട്പോറി എല്ലാവർക്കും അറിയാം, കാരണം വീട്ടിൻ്റെ അകത്ത് ഉള്ള ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു നല്ല പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല, വീട്ടിൽ നല്ലൊരു സുഗന്ധം പരത്തുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട്, എന്നാൽ നാച്ചുറൽ സാധനങ്ങൾ വെച്ച് തന്നെ, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് കൂടുതൽ നമ്മുടെ വാഷ്റൂമുകളിൽ വെക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റൂമിലൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വീട്ടിനകത്ത് നിറയും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. റോസ് ഇല്ലേ, ഒന്നാമത്തെ കാര്യം നല്ല മണമുള്ള റോസുണ്ട്, മുല്ലയുണ്ട്, പിച്ചിയുണ്ട്, ചെമ്പകമുണ്ട്, ബന്ദിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മതി കേട്ടോ. പിന്നെ ഇലയായിട്ട് യൂക്കാലിപ്സ് എടുക്കാം. നല്ല ഇലയുള്ള മണമുള്ള എല്ലാ ഇല ചെടികളും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഡ്രൈ ആക്കി വേണം എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നാരങ്ങ, ഓറഞ്ച് ഇതെല്ലാം ചേർക്കാം. നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസിൻ്റെ ഇലകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് മണമുള്ള റോസിൻ്റെ ഇല എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴേ ആണ് വീടിനുള്ളിൽ നല്ലൊരു മണം കിട്ടുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഇല്ലാതെ ഇരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ ഇവിടെ കിട്ടുന്ന ലാവൻഡറും ലൈലാക്കിൻ്റെയും പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു മണമാണ്. ഇപ്പം സീസണെല്ലാം കഴിഞ്ഞു, ആകെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതും ഞാൻ ഡ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. കാരണം ഒന്ന് ഞാനത് ശരിക്കും വെയിലത്തൊന്നും വെച്ചില്ല, അത് ഇരുന്ന് അങ്ങ് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോഴതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടി. ഇനി നമുക്ക് അത് ഒരു ജാറിൽ ഇടുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ജാതിക്കയാണ്, അത് വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചിടാം, അതല്ലെങ്കിൽ ഇതേ കണക്ക് തന്നെ ഇടാം. പക്ഷേ എനിക്ക് ഒന്ന് പൊട്ടിച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഞാനൊരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു ലെമൺ, ഒരു ലൈം ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്കിൻ എടുത്താൽ മതി കേട്ടോ, തൊലി എടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് വെയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് ഒന്ന് അവനിൽ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നേ നിങ്ങൾക്ക് അവനിൽ വെച്ചെടുക്കാം, അതല്ല സൺലൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഷെയ്ഡിൽ വെച്ച് വേണം ഉണക്കേണ്ടത്. ഒരുപാട് വെയിലടിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഷെയ്ഡിൽ വെച്ചിട്ട് ഉണക്കി എടുക്കണം. വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം എല്ലാം പോയി നന്നായിട്ട് അതിനെ ഉണക്കിയെടുക്കണം. അപ്പോൾ അത് ഒരുപാട് നാളിരിക്കും, പൂപ്പൊന്നും അടിക്കില്ല. അല്ല അവനുള്ളവരാണെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിവിടെ അവനിൽ വെച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ വെയിലില്ല 2 ദിവസം നോക്കിയിട്ടു. അപ്പം ഇത് ഇവിടുത്തെ പൈൻ മരം എന്ന് പറയും, ആ മരത്തിൻ്റെ കായാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തൊരു സീഡുണ്ട്, അത് നമ്മൾ പൈൻ നട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട്സാണ്. അപ്പം ഇത് ഞാൻ ശരിക്കും അതിൻ്റെ അതിൻ്റെ അടിയിൽ വീണ് കിടന്നത് ഞാൻ പറക്കി കൊണ്ടുവന്നത്. ഇത് വെച്ച് ഒരുപാട് നമ്മൾ ശരിക്കും ക്രിസ്മസിന് സമയത്ത് ക്രിസ്മസിൻ്റെ ഇതൊക്കെ ചെയ്യില്ലേ, ഡെക്കറേഷൻസിനൊക്കെ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഇത് എനിക്ക് കുറച്ച് ചുള്ളി കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് കളർ അടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെറിയ ഏതെങ്കിലും ഇത് കണക്ക് കമ്പുകളോ പിന്നെ അതല്ല ചെറിയ സീഡുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളർഫുൾ ആക്കണമെങ്കിൽ കുറച്ച് കളറിൽ ഇട്ട് വെച്ച് ഉണക്കിയൊക്കെ എടുക്കാം കേട്ടോ. വെറുതെ ഇതൊരു മണമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് ഞാൻ ഇടുന്നത് കേട്ടോ. കുറച്ച് കമ്പുകൾ ഇങ്ങനെ ഒടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പിസ്താഷ്യോ അല്ലേ, അപ്പോൾ അതിൻ്റെ തോടാണ് കേട്ടോ. അപ്പോൾ അത് കളയാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതെനിക്ക് പോട്ട്പോറി ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ്. ഇതും വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്യാം, ഗ്രീൻ കളറൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ളത്, ഇതാണ് ഇവിടുത്തെ യൂക്കാലിപ്സ് ആണ്. ഭയങ്കര മണമാണ്. നാട്ടിലെ യൂക്കാലിപ്സുമായിട്ട് വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ശരിക്കും ഫ്ലവർ ഡെക്കറേഷനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മണമാണ്. ഇത് ഫ്രഷാണ് കേട്ടോ, ഞാൻ ഇതിനായിട്ട് വാങ്ങിച്ചതാണ്. ഒരു ബഞ്ച് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, $9 ആയിരുന്നു. അപ്പോൾ ഇതും നമ്മൾ ശരിക്കും ഉണങ്ങിയ ഇലയാണ് നല്ലത് കേട്ടോ. ഇത് ഉണങ്ങി വന്നിട്ടുണ്ട് കുറേ. ആ ഉണങ്ങിയ ഇല എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ യൂക്കാലിപ്സ് ഇട്ട. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കണക്ക് ഒരു ഗ്ലാസ് ജാറാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഗ്ലാസ് ജാർ ആയിരിക്കണം, എന്നാലേ അതിൻ്റെ ഭംഗി നമ്മൾ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷേ ഒരു ഗ്ലാസ് ജാർ ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് നന്നായിട്ട് ഉണക്കി ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ അതല്ലാന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആമസോൺ വഴി നമുക്കെല്ലാം വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ യൂക്കാലിപ്സ് എല്ലാം ആമസോൺ വഴി നമുക്ക് കിട്ടും. ഡ്രൈ യൂക്കാലിപ്സിൻ്റെ ലീവ്സും പിന്നെ നമ്മുടെ ലാവൻഡറിൻ്റെ ലീവ്സും എല്ലാം നമുക്ക് ആമസോൺ വഴി കിട്ടും. പിന്നെ അതേപോലെ എസെൻഷ്യൽ ഓയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ, ഏതെങ്കിലും സ്മെല്ലുള്ളത് നിങ്ങൾക്ക് ലെമൺ ഫ്ലേവറോ അതെല്ലാം ലാവൻഡറോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മണവും കൂടി കിട്ടും, എസെൻഷ്യൽ ഓയിൽ കേട്ടോ. അപ്പോൾ അതും നമുക്ക് ആമസോൺ വഴി വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വീട്ടിലുള്ള ഫ്ലവേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്പകം, ബന്തി, മുല്ലപ്പൂ, പിച്ചി ഇതെല്ലാം വെച്ച് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനൊക്കെ യൂക്കാലിപ്സ് ഒക്കെ കിട്ടിയാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒരു ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് നാളിങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ മണം പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഇത് കളഞ്ഞിട്ട് പുതിയത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആണ്, നല്ലൊരു മണമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വാഷ്റൂമിലൊക്കെ ആണെങ്കിൽ കുറേ നേരം വെച്ചിട്ട് ഡോർ അടച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് ആ മണം ഡോറ് തുറക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. ലിവിങ് റൂമിലായാലും ഒക്കെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.